സ്റ്റുഡൻസ്, വെൽക്കം ടു ലിസ്മി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരാണ് ഏരിയ അഥവാ പരപ്പളവ്. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ സെക്ഷന്റെ പേരാണ് ട്രയാങ്കിൾ ഡിവിഷൻ അഥവാ ത്രികോണ ഭാഗം. അപ്പൊ ഈ ടോപ്പിക്കിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ട്രയാങ്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ഈ ഡിവിഷനിലൂടെ നമുക്ക് മറ്റു രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഏരിയ കാണാനാണ്. സോ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇങ്ങനെ നമ്മൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നു. ആ ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ എങ്ങനെയാണ് ഈ കമ്പാരിസൺ നടത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ സെക്ഷനിൽ കാണുന്നത്. സോ ഇതിലൂടെ നമ്മൾ രണ്ട് റിസൾട്ടും കൂടെ ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ രണ്ട് കേസും നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. സോ AB-യുടെ ലെങ്ത് ആണ് 6 സെന്റിമീറ്റർ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയ കാണാം. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ, ഹാഫ് പാദം ഇൻറ്റു ലെങ്ത്, ദാറ്റ് ഈസ് ഹാഫ് BH. ഇവിടെ ബേസിന്റെ ലെങ്ത് എന്താണ്? 6 സെന്റിമീറ്റർ. സോ ബേസിന്റെ വാല്യൂ എഴുതുന്നു, പക്ഷെ ഹൈറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഹൈറ്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലേ? എങ്ങനെയാണ് നമ്മൾ ഒരു ട്രയാങ്കിളിലെ ഹൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ബേസിൽ നിന്നും ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരുന്ന ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ ലെങ്ത്, അതായിരിക്കും നമ്മുടെ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ വാല്യൂ അല്ലെ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക്. നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി ആംഗിളിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. സോ സപ്പോസ് ഇതാണ് ആ പെർപെൻഡിക്കുലർ ലൈൻ. ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഓക്കെ, സോ ഈ ഹൈറ്റ്, ഈ ലൈനിന്റെ ലെങ്ത് നമ്മൾ നോക്കണം. സപ്പോസ് ഈ ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈറ്റ് എന്താണ് ട്രയാങ്കിളിന്റെ? 4 സെന്റിമീറ്റർ. അപ്പൊ ആ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയയുടെ വാല്യൂ എത്രയാണ്? 2 ക്യാൻസൽ ചെയ്യാം. സോ 3 × 4 എന്ന് പറയുന്നത് 12. സോ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ആയ ABC. ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെ വാല്യൂ 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഈ ട്രയാങ്കിൾ ABCനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഡിവിഷൻ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ബേസിന്റെ വാല്യൂ അറിയാം, 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ബേസിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 6 സെന്റിമീറ്ററിനെ 3 സെന്റിമീറ്റർ വീതം ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ സ്കെയിൽ എടുക്കുക. സോ 6 സെന്റിമീറ്ററിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഇതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. സപ്പോസ് ഇതാണ് മിഡ് പോയിന്റ്. സോ ഇത്രയും വരെ 3 സെന്റിമീറ്റർ, ഇതുവരെ 3 സെന്റിമീറ്റർ. ഓക്കെ, ഈ പോയിന്റിന് ഞാൻ D എന്ന് പേര് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. സച്ച് ദാറ്റ് സിയിൽ നിന്ന് ഡിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ ട്രയാങ്കിൾ ABCനെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോ രണ്ട് ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നു. ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ADC ആൻഡ് ട്രയാങ്കിൾ DBC. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യാണ്. എങ്ങനത്തെ ഡിവിഷനാണ് ചെയ്യുന്നത്? ബേസിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുള്ള ഒരു ലൈൻ വരച്ചുകൊണ്ട്. സോ ADയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3 സെന്റിമീറ്റർ. അതുപോലെ DBയുടെ വാല്യൂ 3 സെന്റിമീറ്റർ.
ഓക്കെ, സോ രണ്ട് ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഏരിയ കാണാനാണ് അല്ലെ. അപ്പൊ ട്രയാങ്കിൾ ADCയുടെയും ട്രയാങ്കിൾ DBCയുടെയും ഏരിയ കാണാൻ പോവുകയാണ്. സോ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, കോമൺ ആണ്. അപ്പൊ ആദ്യം തന്നെ ഈ രണ്ട് ട്രയാങ്കിളിനെയും ഞാനൊന്ന് മാറ്റി വരയ്ക്കുന്നു, ട്രയാങ്കിൾ ADCയുടെയും ട്രയാങ്കിൾ DBCയുടെയും. സോ ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ, ADC. ADയുടെ വാല്യൂ നമുക്കറിയാം 3 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ DBC. ട്രയാങ്കിൾ DBC എങ്ങനെ കിടക്കുന്നത്? ട്രയാങ്കിൾ DBC എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നു അല്ലെ. സോ ഇതാണ് DBC. DBയുടെ വാല്യൂ നമുക്കറിയാം 3 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസിന്റെ റേഷ്യോ എടുക്കുക. ബേസിന്റെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്, ADയും DBയും 3 സെന്റിമീറ്റർ ഈച്ച് ആണ്. സോ നമ്മൾ റേഷ്യോ എടുക്കാൻ പോവാണ്. അപ്പോൾ AD ഈസ് ടു DB കാണാൻ പോവാണ്. AD ഈസ് ടു DB എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു നമ്മൾ? ദിസ് ഇസ് ഈക്വൽ ടു AD ബൈ DB അല്ലെ. സോ ADയുടെ വാല്യൂ 3 സെന്റിമീറ്റർ, DBയുടെ വാല്യൂ 3 സെന്റിമീറ്റർ. സോ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം, നമുക്ക് കിട്ടും 1/1. ദാറ്റ് ഇസ് AD ഈസ് ടു DB എന്ന് പറയുന്നത് 1:1 ആണ്. സോ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ് എന്ന് പറയുന്നത് 1:1 റേഷ്യോയിലാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ കാണാം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് BH, ദാറ്റ് ഇസ് ഹാഫ് ബേസിന്റെ വാല്യൂ 3 സെന്റിമീറ്റർ, ഹൈറ്റിന്റെ വാല്യൂ എന്താണ്? ADC എന്ന് പറയുന്നത് ADC. സോ നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചിട്ടുണ്ട് അല്ലെ. സോ ആ ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. സോ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. നമ്മളിവിടെ വാല്യൂ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ വാല്യൂ എന്താണ്? ഏരിയയുടെ ലെങ്ത് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6 സെന്റിമീറ്റർ സ്ക്വയർ. സോ ADC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ വാല്യൂ കിട്ടി, ഏരിയയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് DBC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ വാല്യൂ കാണാം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBC എന്താണ്? ഇത് ഇക്വേഷൻ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഇസ് ഹാഫ് ബേസിന്റെ വാല്യൂ 3 സെന്റിമീറ്റർ, DB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, 3 ഇൻറ്റു ഹൈറ്റ് എന്താണ്? ഈ ട്രയാങ്കിൾ നമ്മൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ തന്നെ ഫോം ചെയ്തതല്ലേ. സോ നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താണ്? 4 സെന്റിമീറ്റർ തന്നെയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താണ്? ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരച്ചാൽ മതി. ഓക്കെ, സോ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതും 4 സെന്റിമീറ്റർ ഇൻറ്റു 4. സോ നമുക്ക് എത്ര വാല്യൂ കിട്ടുക? ഇപ്പൊ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ നമുക്ക് കിട്ടി 6 സെന്റിമീറ്റർ സ്ക്വയർ ഈച്ച് ആണ്. നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസിന്റെ റേഷ്യോ കണ്ടല്ലോ, ദാറ്റ് ഈസ് AD ഈസ് ടു DB എന്ന് പറയുന്നത് 1:1 ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയയുടെ റേഷ്യോ കാണാൻ പോവാണ്. ഓക്കെ, സോ ഏരിയയുടെ റേഷ്യോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC by area of triangle DBC. എന്താണ്? ഏരിയയുടെ വാല്യൂ 6 സെന്റിമീറ്റർ ഈച്ച് ആണ്. That is 6/6, that is equal to 1/1. So 1:1 റേഷ്യോയിലാണ് ഈ ഏരിയയിൽ കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും അവയുടെ രണ്ടിന്റെയും ഏരിയനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ.
അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. രണ്ട് ട്രയാങ്കിളിന്റെയും ബേസിന്റെ വാല്യൂ നമുക്കറിയാം 3 സെന്റിമീറ്റർ ഈച്ച് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? ബേസിന്റെ റേഷ്യോ കണ്ടു, AD:DB കണ്ടു. സോ 1:1 റേഷ്യോ ആണ് കിട്ടി അല്ലെ. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടു, എന്നിട്ട് ആ ഏരിയയുടെ റേഷ്യോയും കണ്ടു. ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? സെയിം തന്നെയാണ്, ബേസിന്റെ റേഷ്യോയ്ക്ക് തുല്യമാണ്, 1:1 റേഷ്യോയിലാണ്. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്തതാണ്? ബേസിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ബേസിനെ തുല്യമല്ലാതെ ഡിവൈഡ് ചെയ്യണം. വേറെ രണ്ട് വാല്യൂല് ബേസിനെ ഡിവൈഡ് ചെയ്താൽ ഈ ഏരിയയുടെ റേഷ്യോയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരും. ആ ഏരിയയുടെ റേഷ്യോ നമ്മുടെ ഈ ബേസ് നമുക്ക് കിട്ടാവുന്ന, നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എഗെയിൻ നമ്മൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുന്നു. AB-യുടെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ബേസിനെ തുല്യമായിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്, മറിച്ച് 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എന്നൊരു ഡിവിഷൻ, അതായത് 2:4 എന്ന റേഷ്യോയിലാണ് നമ്മൾ ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ C എന്ന വെർട്ടെക്സിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുന്നു അല്ലെ, സച്ച് ദാറ്റ് ബേസിന് എന്താണ് 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എന്ന ലെങ്ത്തിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ സിയിൽ നിന്ന് ഒരു ലൈൻ ഞാൻ വരച്ചു. സപ്പോസ് CD ആണ് ആ ലൈൻ, സച്ച് ദാറ്റ് AD എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും DB എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററും ആണ്. ഓക്കെ, സോ AD equal to 2 centimeter and DB equal to 4 centimeter. Okay, so ഇവിടെ എന്ത് സംഭവിച്ചു? ട്രയാങ്കിൾ ABC-നെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? CD എന്ന് പറഞ്ഞ ഒരു ലൈൻ വരച്ചിട്ട് ബേസിന്റെ ബേസിസിലാണ് നമ്മൾ എങ്ങനെയാണ് ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ രണ്ട് ട്രയാങ്കിൾ കിട്ടി, ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ DBC. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസിന്റെ റേഷ്യോ കാണാൻ പോവാണ്. ദാറ്റ് ഈസ് AD/DB കാണുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 അല്ലെ. സോ ബേസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് AD:DB ഈക്വൽ ടു 1:2. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2. രണ്ട് ട്രയാങ്കിളിന്റെ ബേസ് 1:2 എന്ന റേഷ്യോയിലാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ കാണാൻ പോവാണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC equal to half base into height. Okay, that is equal to half. ബേസ് എന്താണ്? AD എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ഇൻറ്റു 2. ഹൈറ്റ് എന്താണ്? നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അതേ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അന്ന് ആ ടൈമിൽ, അതായത് ട്രയാങ്കിൾ ABCക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചപ്പോൾ നമുക്ക് എത്രയാണ് ലെങ്ത് കിട്ടിയത്? 4 സെന്റിമീറ്റർ എന്നാണ്. സോ ഈ ട്രയാങ്കിൾ ADCന്റെ ഹൈറ്റിന്റെ ലെങ്ത് എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നു. ട്രയാങ്കിൾ DBCയുടെ ഏരിയ കാണുന്നു. സോ ഏരിയ ഓഫ് triangle DBC, that is equal to half base into height. That will be equal to half base in the value എന്താണ്? DB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഹൈറ്റ് എന്താണ്? സെയിം ആണ് അല്ലെ. എന്താണ്? 4 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ ഏരിയയുടെ വാല്യൂ എന്തായി? 8 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBC എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ഏരിയയുടെയും റേഷ്യോ കാണാണ്. ഈ റേഷ്യോ നമ്മുടെ ഈ രണ്ട് ബേസിന്റെ റേഷ്യോയ്ക്ക് തുല്യമാണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC by area of triangle DBC equal to 4 centimeter square by 8 centimeter square.
ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. എന്താണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏത് റേഷ്യോയിലാണോ ബേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ബേസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2, 4, അതായത് 1, 2 എന്ന റേഷ്യോയിലാണ്. സോ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? 1:2 എന്ന് പറഞ്ഞ റേഷ്യോ. സോ ഇതിൽ നിന്നും നമ്മൾ നമ്മുടെ ആദ്യത്തെ റിസൾട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ റിസൾട്ട് ഇതാണ്. A line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. എന്താണ്? A line from the vertex of a triangle. A line from the vertex of a triangle divides the length of the opposite side. ഇവിടെ C എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ആയ ബേസിലേക്ക് ഒരു ലൈൻ വരച്ചു. Such that ഈ ലൈന് divides the opposite side and the area of the triangle in the same ratio. അല്ലെ, ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്തിനെയും അതുപോലെ നമുക്ക് കിട്ടുന്ന രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയനെ എന്താണ് ഈ ലൈന് തുല്യമായ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ത്രികോണത്തിന്റെ ഏത് മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ഒരു വര. ഒരു ത്രികോണത്തിന്റെ ഏത് മൂലയിൽ നിന്നും എതിർവശത്തിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഈ വര ഈ വശത്തിന്റെ നീളത്തെയും അതുപോലെ തന്നെ ത്രികോണത്തിന്റെ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. ഓക്കെ, സോ സെയിം റേഷ്യോയിലാണ് നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ ബേസിനെയും അതുപോലെ തന്നെ ഈ ഏരിയനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ട്രയാങ്കിൾ ഡിവിഷന്റെ ഫസ്റ്റ് റിസൾട്ട്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്തത് ബേസിന്റെ ലെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ എങ്ങനെയാണോ ഈ ലൈൻ ഡിവൈഡ് ചെയ്യുന്നത്, ഈ സൈഡിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും നമ്മൾ ട്രയാങ്കിളിനെയും ഡിവൈഡ് ചെയ്യുന്നത്. സെയിം റേഷ്യോ ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കേസ് ഓഫ് ട്രയാങ്കിൾ ഡിവിഷനിലേക്ക് പോവാം. ഓക്കെ, സോ കേസ് 2. ഈ കേസിൽ നമ്മൾ ഒരു ആംഗിൾ ബൈസെക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഒരു ആംഗിൾ ബൈസെക്ടർ ആണ് ഉപയോഗിക്കുന്നത്. സോ എന്താണ് ആംഗിൾ ബൈസെക്ടർ? നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. സപ്പോസ് ഇതൊരു ആംഗിളാണെന്ന് സപ്പോസ് ചെയ്യുക. സപ്പോസ് ഇതൊരു 80 ഡിഗ്രി ഉള്ള ഒരു ആംഗിളാണ്. നമ്മൾ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. ആംഗിൾ ബൈസെക്ടർ എന്താണ് ചെയ്യുക? ആംഗിൾ ബൈസെക്ടർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ the bisector divides the angle into 2 equal parts. എന്താണ്? നമ്മൾ ഇവിടെ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളിനെ ആ ബൈസെക്ടർ തുല്യമായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ ആംഗിൾ 80 ഡിഗ്രി ആണ്. നമ്മളൊരു ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ ആംഗിളിനെ 40 ഡിഗ്രി ആയിട്ട് ഈ ബൈസെക്ടർ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇനി നമ്മൾ നമ്മുടെ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കേസിൽ നമ്മൾ എന്താ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു അല്ലെ. നമ്മുടെ ബേസിന്റെ ലെങ്തിനെ അനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്താ കണ്ടത്? ബേസിന്റെ റേഷ്യോയ്ക്ക് തുല്യമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ ഡിവൈഡ് ആവുന്നത്. ഓക്കെ, സോ ഈ കേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സോ ട്രയാങ്കിളിന്റെ പേര് യൂഷ്വലി ABC എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABയുടെ വാല്യൂ നമുക്ക് അറിയില്ല, പകരം ACയുടെ വാല്യൂ CBയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് AC is equal to 4 centimeter and BC is equal to 5 centimeter. സോ എന്താണ്? ACയുടെ വാല്യൂ 4 സെന്റിമീറ്ററും BCയുടെ വാല്യൂ 5 സെന്റിമീറ്ററും ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ആംഗിൾ ACB എന്ന് പറയുന്നത് ഒരു 60 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളെ ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് ഏരിയ കാണണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു ആംഗിൾ ബൈസെക്ടർ ആണ് ഉപയോഗിക്കുന്നത്. സോ ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ട് എങ്ങനെയാണ് ആംഗിളിനെ ഡിവൈഡ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണ്, എങ്കിലും നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ഒരു ആർക്ക് വരയ്ക്കും അല്ലെ. എങ്ങനെയാണ്? ഇവിടെയാണ് നമ്മുടെ ആംഗിൾ കിടക്കുന്നത്. സോ സിയിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലെ. ഈ ആർക്കിന് ഞാൻ XY എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ,
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ എക്സ് വൈന്റെ ലെങ്ത് നമ്മൾ നോക്കും. എങ്ങനെയാ നോക്കുക? എക്സിൽ നിന്ന് വൈയിലേക്ക് നമ്മൾ എന്താ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും അല്ലെ? എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ലെങ്ത് എന്താന്ന് നോക്കും. സപ്പോസ് ഇവിടെ എക്സ് വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സിയിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു, ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു. ആ ആർക്കിന്റെ ലെങ്ത് എടുത്തു. സപ്പോസ് അത് 2 സെന്റിമീറ്റർ ആണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യാം? ഈ ആർക്കിന്റെ ലെങ്ത്തിന്റെ ഹാഫിനേക്കാൾ, പകുതിയേക്കാൾ കൂടുതലുള്ള ഒരു മെഷർമെന്റ് ആണ് നമ്മൾ ഇനി കോമ്പസിൽ എടുക്കുന്നത് അല്ലെ? എക്സ് വൈന്റെ വാല്യൂ 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 സെന്റിമീറ്ററിന്റെ പകുതി 1 സെന്റിമീറ്റർ. സോ 1 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ലെങ്ത്. സപ്പോസ് ഞാൻ 1.5 സെന്റിമീറ്റർ ആണ് കോമ്പസിൽ എടുക്കുക എന്ന് വിചാരിക്കുക. സോ എക്സിൽ നിന്ന് നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ വൈയിൽ നിന്ന് കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. such that നമുക്കൊരു പോയിന്റ്, ഒരു കോമൺ പോയിന്റ് കിട്ടുന്നു. ആൻഡ് സിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ബൈസെക്ടർ ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തത്. സോ ഈ ബൈസെക്ടർ ഈ 60 ഡിഗ്രിയെ 2 തുല്യ ആംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് ആംഗിൾ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, സോ ഈ ആംഗിൾ എന്താണ്? 30 ഡിഗ്രി ഈച്ച് ആയിട്ട് മാറുന്നു. ഓക്കെ, നമുക്കിതിനെ വരയ്ക്കാം. ആംഗിൾ ACB ഈക്വൽ ടു 60 ഡിഗ്രി. സോ നമ്മളിപ്പോ ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു. സച്ച് ദാറ്റ് ഇവിടെ 30 ഡിഗ്രിയും ഇവിടെ 30 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആംഗിൾ ബൈസെക്ടർ ബൈസെക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ട് നമ്മുടെ ബേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ഈ ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. സച്ച് ദാറ്റ് ഈ ലൈന് D എന്ന പോയിന്റിൽ AB എന്ന ബേസിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചു. ദാറ്റ് ബൈസെക്ടർ B named as CD. സോ CD എന്ന ബൈസെക്ടർ നമ്മുടെ ബേസിനെ മീറ്റ് ചെയ്യുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ നമ്മൾ 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ DBC. ഓക്കെ, എങ്ങനെയാണ് ഡിവിഷൻ ചെയ്തത്? ഒരു ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ ഈ 2 ട്രയാങ്കിളിന്റെയും ഏരിയ കാണാൻ പോവാണ്. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഈക്വൽ ടു ഹാഫ് BH അല്ലെ? ഇവിടെ ഈ ട്രയാങ്കിളിനെ ഞാനൊന്ന് മാറ്റി വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ADC. ADCയിൽ നമുക്ക് AC-യുടെ ലെങ്ത് അറിയാം, പക്ഷെ AD-യുടെ ലെങ്ത് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ AC-നെയാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. സോ ACD. ഓക്കെ, സോ AC-യുടെ വാല്യൂ എന്താണ്? 4 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? സോ നമുക്കിവിടെ എഴുതാം ഹാഫ് ബേസിന്റെ വാല്യൂ 4 സെന്റിമീറ്റർ. ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യത്തെ കേസ് കണ്ടു അല്ലെ? എങ്ങനെയാണ്? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് അല്ലെ? സോ ഒരു 90 ഡിഗ്രി ആംഗിൾ നമ്മൾ വരയ്ക്കണം. എവിടെ നിന്ന്? ഡിയിൽ നിന്ന് AC-യിലേക്ക്. ദാറ്റ് ഈസ് ഡിയിൽ നിന്ന് AC-യിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. സപ്പോസ് ഇതാണ് ആ ലൈന് ആൻഡ് ആംഗിൾ ഇസ് 90 ഡിഗ്രി അല്ലെ? സപ്പോസ് ഞാൻ ഈ പോയിന്റിനെ ABCE എന്ന് കൊടുക്കുന്നു. സോ ED എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, ഇനി ED ആണ് നമ്മുടെ ഹൈറ്റ്. ഹൈറ്റിന് ഞാൻ H1 എന്ന പേര്, സപ്പോസ് X എന്ന പേര് കൊടുക്കുന്നു. നമുക്ക് വാല്യൂ എന്താന്ന് അറിയില്ല. ഓക്കെ, സോ X എന്ന് വാല്യൂ കൊടുക്കുന്നു. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് ഹാഫ് 4x 1/2 4x എന്ന് കിട്ടി. ഓക്കെ,
ഇനി അതുപോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ ഡി ബി സിയുടെ ഏരിയയും കാണാൻ പോവാണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ബി സി. ഡി ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെയും നമുക്ക് ബി സിയുടെ ലെങ്ത് അറിയാം അല്ലെ. സോ നമ്മൾ ബേസ് ആയിട്ട് ബി സിനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ട്രയാങ്കിളിനെ നമുക്ക് പേര് മാറ്റി കൊടുക്കാം. BCD. Okay, so BC the value 5 centimeter. That is area is equal to half base എന്ന് പറയുന്നത് 5 centimeter. ഹൈറ്റ് എങ്ങനെയാണ്? നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈന് ഡിയിൽ നിന്ന് വരയ്ക്കുന്നു അല്ലെ. സപ്പോസ് DF ആണ് ആ ലൈൻ. ആൻഡ് DF-ന് ഞാൻ Y എന്ന് പറഞ്ഞ പേരാണ് കൊടുക്കുന്നത്. സപ്പോസ് DFB y. സോ ഈ ഏരിയ എന്ന് പറയുന്നത് 5y/2 ആണ്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഒരു ആംഗിൾ ബൈസെക്ടർ വെച്ച് ട്രയാങ്കിൾ ABC-നെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ DBC. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിലെയും ഏരിയ കാണാൻ നമ്മൾ നോക്കി. ഓക്കെ, സോ ബേസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സൈഡിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, AC ആൻഡ് CB. ഓക്കെ, ആൻഡ് ഹൈറ്റിന്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് അറിയില്ല, നമ്മൾ അതിന് എക്സും വൈയും ആയിട്ട് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ബേസിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ 4, 5. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ ബേസിന്റെ റേഷ്യോ നമ്മൾ കാണാൻ പോവാണ്. ദാറ്റ് ഈസ് AC ഈസ് ടു CB നമ്മൾ കാണാൻ പോവാണ്. സോ AC ഈസ് ടു CB എന്ന് പറയുന്നത് എത്രയാണ്? AC എന്ന് പറയുന്നത് 4:5 അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ 4:5 എന്ന റേഷ്യോ തന്നെയാണോ ഈ ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോയും കിടക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റിന്റെ വാല്യൂ ആണ്. ഈ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏരിയയുടെ റേഷ്യോയും ഈ ബേസിന്റെ റേഷ്യോയ്ക്ക് തുല്യമാണോ എന്ന് നമുക്ക് കണ്ടെത്താം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹൈറ്റിന്റെ വാല്യൂ കണ്ടെത്താൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABCയെ നമ്മൾ ആംഗിൾ ബൈസെക്ടർ വെച്ച് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ DBC. ഓക്കെ ആണല്ലോ. ഇനി ട്രയാങ്കിൾ ADCയെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ADC. ഇനി ആ ട്രയാങ്കിളിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു അല്ലെ. DE എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു. ഓക്കെ, സോ DE എന്ന് പറഞ്ഞ ലൈൻ വരച്ചപ്പോൾ ഈ ട്രയാങ്കിളിനെ നമ്മൾ എന്താ വീണ്ടും രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ADE ആൻഡ് ട്രയാങ്കിൾ EDC. എന്താണ്? ADC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ADC ആൻഡ് DBC. ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, DE. സോ ഈ ലൈൻ വരയ്ക്കുന്നതോടെ എന്ത് സംഭവിച്ചു? ഈ ട്രയാങ്കിളിനെ വീണ്ടും രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ സെയിം കേസ് ആണ് ട്രയാങ്കിൾ DBCയിലും സംഭവിച്ചത്. നമ്മൾ DF എന്ന് പറഞ്ഞ ലൈൻ വരച്ചപ്പോൾ ഈ ട്രയാങ്കിളിനെ നമ്മൾ വീണ്ടും രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇപ്പൊ മൊത്തം നമ്മൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ നമ്മൾ കുറെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിളിനെ നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ DEC ആൻഡ് ട്രയാങ്കിൾ DFC. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ DEC and triangle DFC. ഓക്കെ, സോ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും രണ്ട് ആംഗിൾ നമുക്കറിയാം. ഒരു ആംഗിൾ 30, ഒരു ആംഗിൾ 90 ആണ്. സോ ടോട്ടൽ സം ഓഫ് ദി ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളിന്റെ വാല്യൂ കണ്ടെത്തിക്കൂടെ? ആംഗിൾ EDCയുടെ വാല്യൂ എങ്ങനെ കാണുക? 180 മൈനസ് ഈ സം ഓഫ് ദി ആംഗിൾ, ദാറ്റ് ഈസ് 90 പ്ലസ് 30. എത്രയാണ്? 180 മൈനസ് 120, ദാറ്റ് ഈസ് ഈക്വൽ ടു 60. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ നമുക്ക് അറിയാം, 30 ഉം 90.
അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ മൂന്നാമത്തെ ആംഗിൾ ആണ് ഇവിടെ കണ്ടെത്തിയത്. 60 ഡിഗ്രി ഈച്ച് ആണെന്ന് നമുക്ക് കിട്ടി. സോ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും മൂന്ന് ആംഗിൾസ് സെയിം ആണ്. അതുപോലെ ഈ സൈഡ് എന്താ കോമൺ ആണ്. ഡി സി എന്ന് പറഞ്ഞ സൈഡ് കോമൺ ആണ്. അപ്പൊ നമുക്കറിയാം മൂന്ന് ആംഗിളും അതുപോലെ ഒരു സൈഡും കോമൺ ആണെങ്കിൽ എന്താ നമുക്ക് പറയാം, ബാക്കി രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. നമ്മൾ കോൺഗ്രുവൻസി പഠിച്ചിരുന്നല്ലോ. സോ ഈ രണ്ട് ട്രയാങ്കിൾ DEC congruent to triangle DFC. Okay, so നമുക്ക് പറയാം DE is equal to DF. That is DE is equal to DF. DE എന്ന് പറയുന്നത് x. That is x is equal to y. Okay, ഇവിടെ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഹൈറ്റിന്റെ വാല്യൂ കണ്ടെത്താനാണ്. ഓക്കെ, സോ ഹൈറ്റിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ട്രയാങ്കിൾ DEC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ DFC ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. സോ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അവർ മൂന്ന് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ സൈഡും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ ഈ രണ്ട് ഹൈറ്റും എന്താണ് ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ ഏരിയയുടെ റേഷ്യോ ഇനി കണ്ടുപിടിക്കും. നമുക്ക് കണ്ടത് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ എന്താണെന്നാണ് അല്ലെ. സോ നമുക്ക് റേഷ്യോ കാണാം. That is area of triangle ADC by area of triangle DBC. That is equal to half 4x by half 5y. അല്ലേ? സോ 1/2 ക്യാൻസൽ ആയി. എക്സും വൈയും എന്താണ് ഈക്വൽ ആണ്. സോ എക്സും വൈയും ക്യാൻസൽ ആയി. നമുക്ക് എന്താ ഇവിടെ വാല്യൂ കിട്ടിയത്? 4/5. ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? ഏത് റേഷ്യോയിലാണോ നമ്മുടെ ബേസിനെ ഡിവൈഡ് ചെയ്തത് അതേ റേഷ്യോ തന്നെയാണ് എന്താണ് നമുക്ക് കിട്ടിയ ട്രയാങ്കിളിന്റെ റേഷ്യോയും കണ്ടെത്തുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു ആംഗിൾ ബൈസെക്ടർ വെച്ച് നമ്മുടെ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്താലും എന്താണ് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡ്സിന്റെ റേഷ്യോയ്ക്ക് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് റിസൾട്ട്. സെക്കൻഡ് റിസൾട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ത്രികോണത്തിന്റെ ഒരു വേർട്ടെക്സിൽ നിന്നും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാമെങ്കിൽ, സോ ഒരു ത്രികോണത്തിന്റെ ഒരു വേർട്ടെക്സിൽ നിന്നും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാമെങ്കിൽ ആ ത്രികോണത്തിന്റെ മറ്റ് രണ്ട് സൈഡ്സിന്റെ റേഷ്യോയിൽ ആയിരിക്കും എന്താണ് ഫോം ചെയ്ത ട്രയാങ്കിളിന്റെ റേഷ്യോ. ഓക്കെ, സോ എന്താണ് പറയുന്നത്? ഒരു വേർട്ടെക്സിൽ നിന്ന് ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സിന്റെ റേഷ്യോയിലായിരിക്കും ഈ സോ ഫോംഡ് ട്രയാങ്കിളിന്റെ റേഷ്യോ നടക്കുന്നത്. In any triangle, the bisector of an angle divides the opposite side in the ratio of the side of the angle. Okay, so ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇപ്പൊ നമ്മൾ രണ്ട് കേസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ബേസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തു. then നമ്മൾ എന്ത് റിസൾട്ടിലേക്കാണ് എത്തിയത്? ബേസിന്റെ റേഷ്യോ എന്താണോ അതേ റേഷ്യോ തന്നെയാണ് ആ ട്രയാങ്കിളിന്റെ റേഷ്യോയും ഏരിയയുടെ റേഷ്യോയും കിടക്കുന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരച്ചു നോക്കി. സോ അവിടെ നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ് എത്തിയത്? ഏത് റേഷ്യോയിലാണോ ഈ ആംഗിൾ ബൈസെക്ടറിന്റെ ബേസ് ആയിട്ടുള്ള ഈ രണ്ട് സൈഡ്സിന്റെ റേഷ്യോ കിടക്കുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും നമുക്ക് ഫോം ചെയ്ത ട്രയാങ്കിളിന്റെ റേഷ്യോ കിടക്കുന്നത്. സോ ഇതാണ് നമ്മൾ ട്രയാങ്കിൾ ഡിവിഷന്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. സോ ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. മാക്സിമം എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഭാഗത്തിലാണ് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ ഒന്നുമില്ല, നമ്മൾ എന്താ ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു. ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ട് രണ്ട് ട്രയാങ്കിൾ ആക്കി. എന്നിട്ട് എന്താണ് നമ്മൾ ആ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസിന്റെ റേഷ്യോ കണ്ടു. സോ 4:5 ആ കിട്ടി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ കാണാൻ ശ്രമിച്ചു. പക്ഷെ നമുക്ക് ഹൈറ്റിന്റെ വാല്യൂ അറിയില്ല. സോ ഹൈറ്റിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ എന്താണ് ഈ രണ്ട് ട്രയാങ്കിളിനെയും വീണ്ടും ഡിവൈഡ് ചെയ്തു. അതായത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചല്ലോ ഹൈറ്റ് കാണാൻ വേണ്ടി. ആ ഹൈറ്റിന്റെ ബേസിസിൽ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ് ട്രയാങ്കിൾ DEC ആൻഡ് ട്രയാങ്കിൾ DFC എന്ന് പറയുന്നത് എന്താണ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ് കണ്ടെത്തി.
സോ ദാറ്റ് നമ്മൾ ഈ രണ്ട് ഹൈറ്റ് എന്താണ് ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ, സോ ഈ ഹൈറ്റ് ഈക്വൽ ആകുമ്പോൾ നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് ഈക്വൽ റേഷ്യോയിലായിരിക്കും. ദാറ്റ് ഈസ് സൈഡിന് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോയിലാണ് കിടക്കുന്നത് എന്ന് കണ്ടു. സോ ഇതാണ് നമ്മുടെ രണ്ട് റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യണം. നമ്മുടെ ചാനലായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനോട് നിങ്ങൾ പറയണം. സോ ഈ വീഡിയോ ക്ലാസ് കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.